ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഇനി ഈ ഒരു വരുന്ന 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് അടിപൊളിയായിട്ടൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. മെയിനായിട്ട് ഇത് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടല്ല, നമ്മൾ ഒരു ഓവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അഗാരോൻ്റെ. അപ്പോൾ അതിൽ ഇതുവരെയായിട്ടൊന്നും ബേക്ക് ചെയ്ത് കാട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഓവൻ വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഒരു കേക്ക് ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ജസ്റ്റ് അരിച്ച് വെച്ചത് കേട്ടോ ഞാൻ. പിന്നെ ഇതാ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് കുറച്ച് പാലെടുത്ത് മാറ്റിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഷുഗർ സിറപ്പിന് പകരം പാലിൽ നമ്മൾ ബൂസ്റ്റ് സോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളൊരു 3 പാക്ക് ബൂസ്റ്റ് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് ഇതാ ഇവിടെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഗ്രേറ്റ് ചെയ്തിട്ട് വൈറ്റ് കോമ്പൗണ്ട് അവിടെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് അവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇതാ നമ്മൾ ഇതുപോലെ ആ കോഴിമുട്ട അടിച്ച് പഫ് ചെയ്തെടുത്തതിലേക്ക് ലേശം ഓയിലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ലേശിച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് ബൂസ്റ്റിൻ്റെയും പാലിൻ്റെ മിക്സ്. എന്നിട്ട് നമ്മളിതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് സെറ്റാക്കി ബബിൾ റാപ്പൊക്കെ പോക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പോവാണ്. 160 ഡിഗ്രിയിൽ 160 ആ ഒരു ഡിഗ്രി 160 170 ആ ഒരു ഇതിലാണ് ഞാൻ അടുത്തത്. ഇതാ 160ലേക്ക് ആക്കി വെക്കുന്നുണ്ട്. 160 ഡിഗ്രിയിൽ ഞാനിതാ ഇതുപോലെ കേക്ക് മോഡിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതായത് താഴത്തെ കോയിലാണ് ഞാൻ ഹീറ്റ് ചെയ്യാനിടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത് 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ കേട്ടോ. ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റായി വന്നതിന് ശേഷം നമ്മൾ 30 മിനിറ്റിൽ അതേ ഡിഗ്രിയിൽ തന്നെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ പറയുക 10 മിനിറ്റ് കഴിഞ്ഞ് ഓൺ ഓഫ് ആയപ്പോൾ രണ്ടാമത് നമ്മൾ കേക്ക് ടിന്നൊക്കെ കയറ്റി വെച്ച് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചാട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ ബദാമും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ബ്ലാക്ക് കളറിലുള്ള കുറച്ച് ഗ്രേപ്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചോക്ലേറ്റ് ചോക്കോ ചിപ്സ് കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ ആക്കുക. പിന്നെ ഞാൻ വിചാരിച്ച രീതിയിലുള്ള കേക്കൊന്നുമല്ല എനിക്ക് ആക്കിയെടുക്കാൻ പറ്റിയ. എനിക്ക് ഐസിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയും പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ 2025 എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.